الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ലോക മുസ്ലിംകൾ ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിത്തബി മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ശ്രേഷ്ഠരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും തൻ്റെ മകൻ്റെയും ഇടയിലുണ്ടായ സംഭവങ്ങളും ഭാര്യ സാറ ബീവി റളിയല്ലാഹു അൻഹയും ആയി യാത്ര പോകുന്നതിനിടയിലുള്ള സംഭവങ്ങളും എല്ലാം അനുസ്മരിപ്പിക്കുന്നതും അതേസമയം എത്ര വൻ ശക്തികളും ഉണ്ടായാലും തൗഹീദിൽ നിന്ന് സത്യവിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനവും അതാണ് ബലിപെരുന്നാളിൽ ഉൾക്കൊള്ളുന്ന പ്രധാനമായ കഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയ പത്നിയായ സാറ ബീവി റളിയല്ലാഹു അൻഹയും കൂടി ഒരു യാത്രയിൽ പെട്ടെന്ന് ഒരു പ്രദേശത്ത് ചെന്ന് കടക്കുകയും അവിടെ വെച്ച് അവിടുത്തെ ധിക്കാരിയായ ഭരണാധികാരി ഇവരെ തടയുകയും ചെയ്ത വിഷയം സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തടഞ്ഞെങ്കിൽ പോലും അവസാനം രാജാവ് പരാജയപ്പെടുകയും രാജാവിൻ്റെ കൈവശമുണ്ടായിരുന്ന അടിമ സ്ത്രീകളിൽ പ്രധാനപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ സമ്മാനിച്ചുകൊണ്ട് രാജാവ് രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രങ്ങളെല്ലാം ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതായി ഉണ്ട്. അതെല്ലാം കൂടി ഇപ്പോൾ വിശദീകരിക്കാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ ആകത്തുക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും അവൻ്റെ കൽപ്പനക്ക് അനുസൃതമായി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം എല്ലാ വിജയവും ലഭ്യമാകുമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന അതിപ്രധാനമായ ഒരു സംഭവമാണ് ബലിപെരുന്നാൾ. അതേസമയം ആ പെരുന്നാൾ ദിവസത്തിൽ പാവങ്ങളായ ആരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കാൻ പാടില്ലെന്ന ഇസ്ലാമിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന വിധത്തിൽ പെരുന്നാളിൻ്റെ ദിവസം ഫിത്ർ സക്കാത്ത് എന്ന സക്കാത്ത് കൊടുത്തിരുന്ന ആ ജനങ്ങൾ ഇന്ന് ബലിപെരുന്നാളിന് നല്ല നിബന്ധനയുള്ള മൃഗങ്ങളെ ബലിയറുത്ത് അതിൻ്റെ മാംസം എല്ലാ പാവപ്പെട്ടവർക്കും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എല്ലാ പാവപ്പെട്ടവരും ഇന്നത്തെ പെരുന്നാളിൻ്റെ ജീവിതം സുഭിക്ഷമായിരിക്കണമെന്നും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബലി അർക്കുന്ന സംഭവം ഇസ്ലാം കാണുന്നത്. ആ ബലി അർപ്പിക്കുന്നതിൽ എല്ലാ മുഅ്മിനീങ്ങളും പങ്കാളികളാവുകയും പാവപ്പെട്ടവർക്ക് അതിൻ്റെ മാംസം എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് സാഹോദര്യവും മഹത്വവും ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്ന അതിപ്രധാനപ്പെട്ട ദിനം കൂടിയാണ് ബലിപെരുന്നാൾ ദിവസം. ആ ദിവസത്തിൽ സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്നതും സ്വീകരിക്കപ്പെടുന്നതും ആണ് എന്ന് ഓർക്കുന്നു. അതുകൊണ്ട് പെരുന്നാൾ ദിവസം എന്തെങ്കിലും അനാവശ്യമായ കളികൾ ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചതല്ല, മറിച്ച് സൽക്കർമ്മം ചെയ്ത്
അതിലൂടെ സർവശക്തരായ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള അമലുകളാണ് ഈ പെരുന്നാളിന് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഈ സമയം ലോകത്തിൻ്റെ സമാധാനവും ലോകത്തിൻ്റെ സന്തോഷവും സത്യത്തിലുള്ള ഐക്യത്തിലൂടെയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അള്ളാഹു ആ വസ്തുത ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തതനുസരിച്ച് എല്ലാവരുടെയും ഇടയിൽ സത്യത്തിൻ്റെ പേരിലുള്ള ഐക്യവും സന്തോഷവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുവൈത്തിൽ ഉണ്ടായ ദാരുണ സംഭവം വളരെ ദുഃഖകരമാണ്. ആ ദുഃഖത്തിൽ എല്ലാവരോടും കൂടെ ഞങ്ങളും പങ്കാളികളാകുന്നു. അവരുടെ കുടുംബത്തിന് ഐക്യവും ഐശ്വര്യവും അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.